ആദ്യം ഇല്ലാതാക്കേണ്ടത് ആ കിരണിനെയാണ്. അവനാണ് നമ്മുടെ മുന്നിലെ തടസ്സം. കിരൺ എന്ന ശല്യം എന്നേക്കുമായി നമ്മളെ വിട്ടുപോണെങ്കിൽ ദുർഗയെ ഇല്ലാതാവണം. അതുകൊണ്ട് രണ്ടിനെ ഞാൻ തീർക്കും. നീ പറഞ്ഞത് ശരിയാ, പക്ഷേ എല്ലാം പെട്ടെന്ന് വേണം. പൃഥ്വിയും കൂടെ ചേർന്ന് പിടിക്കുക. അയ്യോ, ഇതെങ്ങനെ സംഭവിച്ചു? കിരൺ തൊട്ടപ്പോ ഇതെങ്ങനെ കത്തി? അതൊന്നും അത്രയ്ക്ക് കാര്യാക്കണ്ട ചെറിയച്ച. ആദ്യം 2 പ്രാവശ്യം പൃഥ്വി ശ്രമിച്ചതല്ലേ. ഇപ്പോ വിറകിലെ ഈർപ്പം ചൂടുകൊണ്ട് മാറിക്കാണും. മൂന്നാമത്തെ തീ കൊളുത്തിയപ്പോ അത് കത്തിയതാ. അതിലിത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല, അല്ലേ തിരുമേനി? അതെ. പുകയടിച്ചിട്ടെ. ദിവസം കഴിയുന്തോറും കിരൺ മഹിയേട്ടന്റെ മകനാണെന്നും സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. കാര്യങ്ങൾ ഇങ്ങനെ പോയാ എല്ലാവരും ആ സത്യം അംഗീകരിക്കും. അങ്ങനെ ഒരു ദിവസം വന്നാ ഈ വീടടക്കം എല്ലാം ചുട്ടരിക്കും ഞാൻ. ജനിച്ചത് മുതൽ ഇത്രയും വർഷം വരെ ഒരു സഹോദരനില്ലാതെ ഞാൻ വളർന്നത്. ഇനി മരണം വരെ അങ്ങനെ തന്നെ മതി. എല്ലാം അവസാനിപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷേ അതിനൊപ്പം നമ്മൾ എല്ലാവരും ഇല്ലാതാവുമെന്ന് നീ മറക്കരുത്. നമുക്കില്ലാതാക്കേണ്ടത് കിരണിനെ ദുർഗയാണ്. അറിയാം, അതിനുവേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കഴിഞ്ഞു. ഉടനെ തന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന വാർത്ത അമ്മ കേൾക്കും. എല്ലാം സൂക്ഷിച്ചു വേണം.
ഉം. രണ്ടുപേരും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും വലിയ പുള്ളികളാ. ഇവിടുത്തെ പല പ്രശ്നങ്ങളിലും അവരിടപെട്ടത് എങ്ങനെയാണെന്ന് നീ കണ്ടതല്ലേ? അവരുടെ മിടുക്കൊന്നും ഈ പൃഥ്വിയുടെ അടുത്ത് വില പോവില്ല. ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നതിന്റെ തെളിവ് പോലും ബാക്കി വെക്കാത്ത രീതിയിൽ രണ്ടിനെ ഞാൻ അവസാനിപ്പിക്കും. ആദ്യം ഇല്ലാതാക്കേണ്ടത് ആ കിരണിനെയാണ്. ഉം. അവനാണ് നമ്മുടെ മുന്നിലെ തടസ്സം. കിരൺ എന്ന ശല്യം എന്നേക്കുമായി നമ്മളെ വിട്ടു പോണെങ്കിൽ ദുർഗയെ ഇല്ലാതാവണം. അതുകൊണ്ട് രണ്ടിനെ ഞാൻ തീർക്കും. നീ പറഞ്ഞത് ശരിയാ, പക്ഷേ എല്ലാം പെട്ടെന്ന് വേണം. ഉം. മഹിയേട്ടന്റെ രണ്ടാം ഭാര്യ എന്ന സ്ഥാനം ഈ ചന്ദ്രമതിക്ക് വേണ്ട. ആ മനുഷ്യൻ അവകാശികളായി നമ്മൾ മാത്രം മതി. ആ ഓർമ്മ എപ്പോഴും നിന്റെ മനസ്സിലുണ്ടാവണം. ഹലോ ഹലോ നാത്തുനെ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചത്. എന്താ ഗിരിജേ? ആ ദുർഗയും കിരണും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്ന് പറഞ്ഞുന്ന്. എപ്പോ? ഇതൊന്നും ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ. എന്താ അമ്മേ? കിരണും ദുർഗ ഇവിടുന്ന് പോകാന്ന് പറഞ്ഞു. ശരിക്കും എന്നോട് അമ്മയാ പറഞ്ഞത്. ദുർഗ വിളിച്ചു പറഞ്ഞൂന്ന് പറഞ്ഞു. ആ അപ്പൊ എന്റെ ബുദ്ധി ഫലം കണ്ടല്ലേ? അതേ നാത്തുനെ, നാത്തുൻ അവിടെ ചെന്നതിന്റെ ഗുണം എന്തായാലും ഉണ്ടായി. അവിടെ ഉടുമ്പ് പിടിക്കും പോലെ പിടിച്ചിരുന്ന രണ്ടിനെയും നാത്തുൻ അവിടെ നിറക്കി വിട്ടില്ലേ? ഇത്ര പെട്ടെന്ന് അവൾ ഇറങ്ങുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇനിയിപ്പോ 1-2 ദിവസം അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇവിടെ വന്ന് കിട്ടിയ പിന്നെ തിരിച്ചങ്ങോട്ട് വരാത്ത രീതിയിൽ ഞാൻ വേണ്ട ചെയ്തോളാം. അത് മതി. ഇതാണ് ഒരുമിച്ച് നിന്ന് ആരെയും കീഴടക്കാന്ന് പറയുന്നത്. എന്തായാലും ഇതോടെ അവരുടെ ശല്യം തീർന്ന് എന്റെ മോൾക്ക് ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുമല്ലോ. അതെ, നാത്തും വേഗം അവരിങ്ങോട്ട് പറഞ്ഞു വിടാൻ നോക്ക്. അവളൊന്ന് വന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ. ഇത്രയും നാളെ കരുതി വെച്ചതെല്ലാം കൂടി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട്. അതെ, വന്ന ഉടനെ എന്തായാലും ഉപദ്രവമൊന്നും വേണ്ട. പേടിച്ചിട്ട് പിന്നെയും കൂടി തിരിച്ചു വന്നാലോ? പതിയെ മതി. അവൾ പോലും അറിയാതെ അവളെ നമുക്ക് അവിടെ തന്നെ ലോക്കാക്കി നിർത്തണം. അതൊക്കെ ഞാൻ ഏറ്റു. ഓ ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഓ ആ നാശങ്ങളൊന്ന് വേഗം ഇവിടെ നിന്ന് ഇറങ്ങി കിട്ടിയാൽ മതിയായിരുന്നു. ശരി നാത്തുനെ, അവരിറങ്ങുമ്പോ എന്നെ അറിയിക്കണേ. ആ ഞാൻ അവൾക്കൊരു ഉഗ്ര സ്വീകരണം ഒരുക്കാം. അങ്ങനെ ആവട്ടെ. ശരി ശരി നാത്തുനെ. കേട്ടല്ലോ, സന്തോഷായില്ലേ? പിന്നെ ഈ പറഞ്ഞതൊക്കെ നടന്നാ കൊള്ളാം. എല്ലാം നടക്കും മോളെ. ദുർഗ വീട്ടിൽ അമ്മയെ വിളിച്ച് ചെല്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് അവരെന്തായാലും ഇവിടുന്ന് പോവും. അവളെ എങ്ങനെ വിശ്വസിക്കാനൊന്നും കൊള്ളില്ലമ്മേ. മുത്തശ്ശിയോടൊന്നല്ല, അവൾക്ക് ആരോട് ഈ പറയുന്ന സ്നേഹമൊന്നുമില്ല. മുത്തശ്ശി അച്ഛനും അവളെ ഇവിടെ വന്ന് വിളിച്ചതല്ലേ? അന്ന് കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോഴും അച്ഛനും മുത്തശ്ശിയും തിരിച്ചു വിളിച്ചതല്ലേ? അന്നൊന്നും അവർ പറഞ്ഞത് അനുസരിച്ചില്ലല്ലോ.